ഹായ് ഫ്രണ്ട്സ്, +1 ഫിസിക്സിലെ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് എന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അതിലെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ചെയ്തു. ഇന്ന് നമ്മൾ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന പുതിയ ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും മോഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് 5 പാരാമീറ്റേഴ്സ്, പ്രധാനമായിട്ടും 5 പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഈ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്, ഇവർ തമ്മിലുള്ള സിമിലാരിറ്റീസും അതുപോലെ ഡിഫറൻസസും ഒക്കെ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടുള്ള 5 ബേസിക് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഡിസ്റ്റൻസ് ആണ്, അടുത്തത് ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, വെലോസിറ്റി, ആക്സിലറേഷൻ, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് എക്സാമ്പിൾസും. ഇത്രയുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നമ്മൾ ചെറിയ ലോവർ ക്ലാസ്സസിലൊക്കെ ഈ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, വെലോസിറ്റി എന്നൊക്കെ പറയുന്ന ടേംസ് നമ്മൾ പരിചയപ്പെട്ടതാണ്. എങ്കിലും അതിന്റെ ഒരു റിവിഷനും അതുപോലെ കൂടുതലായിട്ട് കുറച്ച് കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിലേക്ക് വരുന്നതിന്റെ മുമ്പ് നമ്മൾ കൈനമാറ്റിക്സ് എന്നാണ് ഈ ഒരു ശാസ്ത്രശാഖയെ പറയുന്നത്, അല്ലേ? അതായത് മോഷനുമായി ബന്ധപ്പെട്ട സ്ട്രൈറ്റ് ലൈൻ മോഷനൊക്കെയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ശാസ്ത്രശാഖയെ പഠിക്കുന്നതിന് നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് നമ്മൾ കൈനമാറ്റിക്സ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കുറച്ച് ടേംസ്, ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ് നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ഒബ്ജക്ട്സിന്റെ മോഷനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിന് മൊത്തത്തിൽ നമ്മൾ മെക്കാനിക്സ് എന്നാണ് പറയുന്നത്. മെക്കാനിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് മെറ്റീരിയൽ ഒബ്ജക്ട്സ്. മെക്കാനിക്സ് നമുക്ക് സ്റ്റാറ്റിക്സ് എന്നും അതുപോലെ ഡൈനാമിക്സ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഡീൽസ് വിത്ത് ദ ലോ ഓഫ് കോമ്പിനേഷൻ ഓഫ് ഫോഴ്സസ് ആൻഡ് ദി കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ഓഫ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് സ്റ്റേറ്റ് ഓഫ് ദി ബോഡീസ്. അതായത് റെസ്റ്റിലുള്ള ബോഡീസിനെ കുറിച്ച്, അതായത് ഇക്വിലിബ്രിയം കണ്ടീഷനിലുള്ള ബോഡീസിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ ഡൈനാമിക്സിൽ പ്രധാനപ്പെട്ട 2 പാർട്ടാണുള്ളത്. ഒന്ന് കൈനമാറ്റിക്സും മറ്റൊന്ന് കൈനറ്റിക്സും. കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോൾ മോഷനിലുള്ള ബോഡീസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആ മോഷന് കാരണമാകുന്ന ഫോഴ്സസിനെ കുറിച്ച് പഠിക്കുകയോ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുകയോ ചെയ്യുന്നില്ല. ജസ്റ്റ് മോഷനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. ഈ കൈനറ്റിക്സ് എന്ന് പറയുമ്പോൾ മോഷനെ കുറിച്ച് മാത്രമല്ല, മോഷന് കോസ് ചെയ്യുന്ന മോഷന് കാരണമാകുന്ന ഫോഴ്സസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോഴ്സസിനെ കുറിച്ച് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പഠിക്കുന്നുണ്ട്. ആ ബ്രാഞ്ചിനെ നമ്മൾ കൈനറ്റിക്സ് എന്ന് സിംപ്ലി പറയുന്നത്. അപ്പം മെക്കാനിക്സ്, സ്റ്റാറ്റിക്സ് ഉണ്ട്, അതുപോലെ ഡൈനാമിക്സ് ഉണ്ട്. റെസ്റ്റിലുള്ള സ്റ്റഡീസ് ആണ് സ്റ്റാറ്റിക്സ്, അതുപോലെ മോഷനെ കുറിച്ചുള്ള സ്റ്റഡീസ് ആണ് ഡൈനാമിക്സ്. ഡൈനാമിക്സിൽ തന്നെ കൈനറ്റിക്സ് ഉണ്ട്, അതുപോലെ തന്നെ കൈനമാറ്റിക്സും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ബ്രാഞ്ച് ഫിസിക്സിന്റെ ഈ ഒരു മോഷനുമായി ബന്ധപ്പെട്ട ബ്രാഞ്ചസ്. ഓക്കെ, ഇനി എന്താണ് റെസ്റ്റും അതുപോലെ മോഷനും? റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, അല്ലെ? ഫിസിക്സിൽ നമ്മൾ അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? വെൻ പൊസിഷൻ ഓഫ് എ ബോഡി ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം ഇറ്റ് ഈസ് സെഡ് ടു ബി ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. അതായത് ഒരു ബോഡിനെ നമ്മൾ ഇങ്ങനെ ഒബ്സർവ് ചെയ്യണം. ആ ബോഡി നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ t=0 എന്നുള്ള ഒരു ടൈമിൽ നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്തു, t=1 ഒബ്സർവ് ചെയ്തു, t=2 ഒബ്സർവ് ചെയ്തു, അതുപോലെ തന്നെ t എന്ന് പറയുന്ന മറ്റൊരു ടൈമിൽ നമ്മൾ ഒബ്സർവ് ചെയ്തു. ഇങ്ങനെ നമ്മൾ വ്യത്യസ്ത ടൈമിലൊക്കെ ഒബ്സർവ് ചെയ്തപ്പോഴും ആ ബോഡി എന്താണ്, റെസ്റ്റിൽ ഒരേ പൊസിഷനിൽ തന്നെയാണ് ഉള്ളത്. അതിന്റെ പൊസിഷൻ എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ബോഡിനെ റെസ്റ്റിലുള്ള ബോഡിയാണെന്ന് പറയാം, അല്ലെ? ഇനി മോഷൻ ആണെങ്കിലോ പൊസിഷൻ ചേഞ്ചസ്, അല്ലെ? പൊസിഷൻ ചേഞ്ചസ് വിത്ത് ടൈം. നമ്മൾ ടൈം കൂടുന്തോറും അല്ലെങ്കിൽ ടൈം ഇങ്ങനെ കടന്നു പോകുന്തോറും പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, ബോഡിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബോഡി മോഷനിലാണെന്ന് പറയാം. ഇനി മോഷൻ തന്നെ ആബ്സല്യൂട്ട് മോഷൻ ഉണ്ട്, അതുപോലെ റിലേറ്റീവ് മോഷൻ ഉണ്ട്. നമ്മൾ മോഷൻ എന്ന് പറയുന്ന, സാധാരണ നമ്മൾ മോഷൻ എന്ന് പറയുന്ന എല്ലാം എന്താണ്, റിലേറ്റീവ് മോഷനാണ്. അതായത് നമ്മൾ ഒരു ബോഡിയെ ഒബ്സർവ് ചെയ്യുമ്പം നമുക്ക് റിലേറ്റീവ് ആയിട്ട് ആ ബോഡി മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്, അല്ലെ? അല്ലെങ്കിൽ മറ്റൊരു വസ്തുവിനെ റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് ആ വസ്തുവിനനുസരിച്ചിട്ട് ആ ബോഡി മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിനെയാണ് നമ്മൾ റിലേറ്റീവ് മോഷൻ എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളതിനെ അപേക്ഷിച്ച് ഈ ബോഡി ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ആ ഒരു സംഭവം, അല്ലെ? എന്നാൽ അബ്സല്യൂട്ട് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മോഷൻ ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്ട് ടു എ ബോഡി വിച്ച് ഈസ് അറ്റ് കംപ്ലീറ്റ് റെസ്റ്റ്. അതായത് ഒരു ബോഡി കംപ്ലീറ്റ് റെസ്റ്റിലാണ് നമ്മൾ സങ്കല്പിക്കുക. ആ ബോഡിയെ സംബന്ധിച്ച് മറ്റേ ബോഡി എന്താണ്, ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നതിനാണ് നമ്മൾ
ആബ്സല്യൂട്ട് മോഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കംപ്ലീറ്റ് റെസ്റ്റിലായിട്ടുള്ള ഒരു ബോഡി ഇവിടെ പോസിബിൾ അല്ല അല്ലെ. കാരണം നമ്മൾ ഫിസിക്സിൽ പറയുന്നത് യൂണിവേഴ്സിലുള്ള എല്ലാ സംഭവങ്ങളും എന്താണ്, ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കംപ്ലീറ്റ് റെസ്റ്റിലുള്ള ഒരു ബോഡിയെ നമുക്ക് റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് മറ്റേ ബോഡിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, വിച്ച് ഇസ് ഇമ്പോസിബിൾ അല്ലെ. ഈ ആബ്സല്യൂട്ട് മോഷൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഇമ്പോസിബിൾ ആണ്. എനിവേ മോഷനും റെസ്റ്റും നമുക്ക് മനസ്സിലായി. അതായത് ടൈമിനനുസരിച്ചിട്ട് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മോഷൻ എന്ന് പറയാം. പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ അതിനെ നമ്മൾ റെസ്റ്റിലാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്, നമുക്ക് ഈ മോഷനെ ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ മോഷന്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പഠിക്കാൻ 5 പ്രധാനപ്പെട്ട 5 പാരാമീറ്റേഴ്സ് ആണ് ഉള്ളത് അല്ലെ. ഒന്ന് ഡിസ്റ്റൻസ് ആണ്, മറ്റേത് ഡിസ്പ്ലേസ്മെന്റ് ആണ്, സ്പീഡ്, വെലോസിറ്റി, അതുപോലെ ആക്സിലറേഷൻ. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽഡ് ബൈ എ ബോഡി അല്ലെ. അതായത് ഇവിടെ ഇപ്പം ഒരു ബോഡി ഉണ്ട് അല്ലെ, കാറാണ്. ഈ കാർ ഇങ്ങനെ പോവാണ് അല്ലെ. കാർ ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് യൂട്ടേൺ എടുത്തിട്ട് കാർ എന്ത് ചെയ്യാണ്, തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ കാറിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ലെങ്ത്, അതുപോലെ ഈ ലെങ്ത് പ്ലസ് ഈ ലെങ്ത്, ടോട്ടൽ പാത്ത് ഓഫ് ദി ലെങ്ത് അല്ലെ, അല്ലെങ്കിൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദി പാത്ത്. അതാണ് എന്ത്, കാറിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഈ കാർ എന്ത് ചെയ്യാണ്, ഇവിടുന്ന് ഞാൻ വേറെ കളർ ഉപയോഗിച്ചിട്ട് വരക്കാം. കാറ് ഇവിടുന്ന് പോവാണ്, നേരെ പോയിട്ട് ഇവിടുന്ന് എന്താണ് തിരിച്ച് റിവേഴ്സ് എടുത്തിട്ട് ഇങ്ങോട്ട് തന്നെ വരികയാണ് അല്ലെ. അപ്പോൾ ഉള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ഈ ലെങ്ത്, ഇങ്ങോട്ടുള്ള ലെങ്ത് പ്ലസ് ഇങ്ങോട്ടുള്ള ലെങ്ത്. അപ്പൊ ഇതാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെ. അതായത് ടോട്ടൽ ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽഡ് ബൈ എ ബോഡി. സിമ്പിൾ ആണ് അല്ലെ. ഡിസ്റ്റൻസിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ലെങ്ത് ഓഫ് ദി ആക്ച്വൽ പാത്ത് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ് ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ ഗിവൺ ഇന്റർവൽ ഓഫ് ടൈം ഈസ് കാൾഡ് ഡിസ്റ്റൻസ്. ഓക്കെ, അതൊരു സ്കലാർ ക്വാണ്ടിറ്റി ആണ് അല്ലെ. ഡിസ്റ്റൻസ് പറയുമ്പോൾ നമ്മൾ എന്ത് പറയേണ്ട ആവശ്യമില്ല, അവിടെ ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ല. ഓൺലി മാഗ്നിറ്റ്യൂഡ് മാത്രമേ സ്കലാർ ക്വാണ്ടിറ്റീസിന് ഉണ്ടാവുള്ളൂ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പാത്ത് അല്ലെ. അതായത് ഇപ്പൊ ഞാനിവിടെ എ എന്ന് പറയുന്ന ഒരു പൊസിഷൻ എടുത്തു, അതുപോലെ ഇതാണ് എ എന്ന് പറയുന്ന പൊസിഷൻ, ഇതാണ് ബി എന്ന് പറയുന്ന പൊസിഷൻ. ഒരു ബോഡി ഇതിലെങ്ങനെയാണ് പോയിട്ട് ബിയിലെത്തി, വേറൊരു ബോഡി ഈ ഒരു പാത്തിലൂടെ സഞ്ചരിച്ചിട്ട് ബിയിലെത്തി, വേറൊരു ബോഡി ഇങ്ങനെ പോയിട്ടാണ് ബിയിലെത്തിയത്. അപ്പോ ആദ്യത്തെ ബോഡി 1ഉം ബോഡി 2ഉം ബോഡി 3ഉം വ്യത്യസ്ത പാത്തിലൂടെയാണ് സഞ്ചരിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ആദ്യത്തെ ബോഡിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു എന്താണ്, ഈ പാത്തിന്റെ ലെങ്ത് ആണ്. രണ്ടാമത്തെ ബോഡിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ പാത്തിന്റെ ലെങ്ത് ആണ്. മൂന്നാമത്തെ ബോഡിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ പാത്തിന്റെ ലെങ്ത് ആണ്. അപ്പൊ ഇവിടെ കൂടുതൽ പാത്ത് ലെങ്ത് ഉണ്ട് അല്ലെ. അപ്പൊ മൂന്നാമത്തെ ബോഡിന്റെ ഡിസ്റ്റൻസ് ആണ് കൂടുതൽ എന്ന് പറഞ്ഞാൽ ആ പാത്തിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. നേരെ മറിച്ച് നമ്മൾ ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് നെവർ റെഡ്യൂസസ് വിത്ത് ടൈം. എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ കൂടിയിട്ട് പിന്നെ ദിശ മാറുമ്പോൾ എന്ത് ചെയ്യാം, കുറയാം. പക്ഷെ ഡിസ്റ്റൻസ് എന്താണ്, ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഒരിക്കലും അത് റെഡ്യൂസ് ചെയ്യില്ല. ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ പാർട്ടിക്കിൾ ഈസ് ആൾവേസ് പോസിറ്റീവ് ആൻഡ് ക്യാൻ നെവർ ബി നെഗറ്റീവ് ഓർ സീറോ. ഒരു പാർട്ടിക്കിൾ കവർ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, അതിനൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക അല്ലെ. അത് സീറോ അല്ലെങ്കിൽ നെഗറ്റീവ് ഒരിക്കലും എന്തായില്ല, ആവില്ല. ഓക്കെ, ഇനി അതിന്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് m0 L1 T⁻0 ആണ് അല്ലെ. ഓക്കെ, യൂണിറ്റ് CGS-ലാണെങ്കിൽ സെന്റിമീറ്റർ ആണ്, അതുപോലെ SI സിസ്റ്റത്തിലാണെങ്കിൽ മീറ്റർ ആണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ ബേസിക് ആയിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, എങ്കിലും ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഞാൻ പറയുന്നതെന്ന് മാത്രം. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് എന്നാൽ എന്താണ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ഇനീഷ്യൽ പൊസിഷൻ ടു ദി ഫൈനൽ പൊസിഷൻ ഓഫ് ദി പാർട്ടിക്കിൾ ഈസ് കാൾഡ് ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഇവിടെ എ എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഉണ്ട്, ബി എന്ന് പറയുന്ന മറ്റൊരു പൊസിഷൻ ഉണ്ട്. ബോഡി 1 എന്താണ്, ഈ പാത്തിലൂടെ സഞ്ചരിച്ചു ബിയിലെത്തി. ബോഡി 2 ഈ പാത്തിലൂടെ സഞ്ചരിച്ച് ബിയിലെത്തി. ബോഡി 3 എന്ത് ചെയ്തു, നേരെ ബിയിലേക്ക് പോയി അല്ലെ, ബോഡി 3. അപ്പൊ ഇവിടെയുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതൊരു ഡിസ്റ്റൻസ് ആണ്, അതുപോലെ ഇതൊരു വേറൊരു ഡിസ്റ്റൻസ് ആണ്, ഇത് മറ്റൊരു ഡിസ്റ്റൻസ് ആണ് അല്ലെ. പക്ഷെ ഇവിടെയുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് അല്ലെ. ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് എന്ത്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അതായത് പൊസിഷൻ എയും പൊസിഷൻ ബിയും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ
എന്തെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഒരു 2 പോയിന്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന പോയിന്റ്സ് എടുക്കുകയാണെങ്കിൽ അവിടെ ഒറ്റ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുള്ളൂ. അവർ തമ്മിലുള്ള ഒരേ ഒരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസേ ഉണ്ടാവുള്ളൂ അല്ലെ. ബാക്കിയെല്ലാം എന്താണ് നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാം, ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ഇനി അതിന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ് അല്ലെ. അതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ടാവും, ഡയറക്ഷനും ഉണ്ടാവും. Displacement of a particle between any two points is equal to the shortest distance between them. അതാണ് അതിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു അല്ലെ. Displacement of an object in a given time interval may be positive, negative or zero. പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ സീറോ ആവാം. അതായത് ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഒരു ബോഡിന്റെ ഡിഫറൻസ് ആണ് ശരിക്കും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ബോഡി ഇപ്പൊ ഇവിടെ ആയിരുന്നു സങ്കല്പിക്കാം എ അല്ലേ. ഇനി ആ ബോഡി എന്ത് ചെയ്തു, ഇപ്പൊ നമ്മൾ റെഫറൻസ് പോയിന്റ് ആയിട്ട് ഇതിനെ 0 ആയിട്ട് എടുക്കുകയാണ്. ഈ ബോഡി എന്ത് ചെയ്തു, ഇങ്ങോട്ട് സഞ്ചരിച്ചു. പിന്നെ ആ ബോഡി തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു, ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇപ്പം അതായത് ഇപ്പൊ ഇവിടെയാണ് ഈ ബോഡി ഉള്ളത് അല്ലേ. അപ്പോൾ ആദ്യം വലത്തോട്ട് പോയി പ്ലസ് എക്സ് ആക്സിസിൽ സഞ്ചരിച്ചു, പിന്നെ മൈനസ് എക്സ് ആക്സിസിൽ നെഗറ്റീവ് എക്സ് ആക്സിസിൽ സഞ്ചരിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഈ ബോഡിന്റെ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് ബോഡിന്റെ ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആണ് കിട്ടുക. അപ്പോൾ ബോഡിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്താവാം, 0 ആവാം. ഇനി 0ക്ക് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവിടുന്ന് ഒറിജിനിൽ പോയിട്ട് നേരെ തിരിച്ചു വന്ന് ഇവിടെ എത്തി എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ബോഡിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലെ. അപ്പോൾ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും എ തന്നെ ആയതുകൊണ്ട് അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒന്നുകിൽ 0 ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ പോസിറ്റീവ് ആവാം. 3 വാല്യൂസും ഉണ്ടാവാം അല്ലെ. എന്നാൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ പോസിറ്റീവ് വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, അതുപോലെ 0യും ആവാം. Actual distance traveled by a particle in the given interval of time is always equal to or greater than the magnitude of the displacement, and in no case it is less than the magnitude of the displacement. അതായത് ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും എന്തായിരിക്കും, ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും എന്തായിരിക്കും, ഒന്നുകിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിസ്റ്റൻസ് ആയിരിക്കും. കൂടുതൽ എപ്പോഴും ഡിസ്റ്റൻസ് ആയിരിക്കും. ഡിസ്റ്റൻസിനേക്കാളും ഡിസ്പ്ലേസ്മെന്റ് എന്താവൂല, കൂടാൻ പറ്റൂല. ഡിസ്പ്ലേസ്മെന്റ് ഒന്നുകിൽ കുറവായിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. ഇനി ഡയമെൻഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ m0 LT⁻0. യൂണിറ്റ് CGS സെന്റിമീറ്റർ ആണ്, അതുപോലെ SI മീറ്റർ ആണ്. ഇത്രയുമാണ് ഡിസ്റ്റൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇവർ തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമുക്ക് നോക്കാം അല്ലേ. അതായത് ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ ഒറ്റ വാല്യൂ 2 പോയിന്റിനിടയിൽ ഒറ്റ വാല്യൂ ഉണ്ടാവുള്ളൂ. കാരണം 2 പോയിന്റിന്റെ ഇടയിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും 1 മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റിന് ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. എന്നാൽ ഡിസ്റ്റൻസ് ആവുമ്പോൾ ഇറ്റ് മേ ഹാവ് മോർ ദാൻ 1 വാല്യൂ ബിറ്റ്വീൻ 2 പോയിന്റ്സ്. ഇതിലെങ്ങനെ ഒരു ബോഡി പോയിട്ടുണ്ടെങ്കിൽ ഇത് അതിന്റെ ഡിസ്റ്റൻസ് ആണ്. ഇതിലാണ് ബോഡി പോയിട്ടുള്ളതെങ്കിൽ അത് അതിന്റെ ഡിസ്റ്റൻസ് ആണ്, ആ ബോഡിന്റെ ഡിസ്റ്റൻസ് ആണ്. 2 എന്ന് പറയുന്ന ബോഡിന്റെ ഡിസ്റ്റൻസ് ആണ് അല്ലെ. ഇനി വേറൊരു പാത്തിലൂടെയാണ് പോയിട്ടുള്ളതെങ്കിൽ ആ പാത്തിന്റെ ലെങ്ത് ആയിരിക്കും ആ ബോഡിയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ആ ബോഡി സഞ്ചരിച്ചിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്റ്റൻസിന് എ എന്ന് പറയുന്ന പോയിന്റിന്റെയും ബി എന്ന് പറയുന്ന പോയിന്റിന്റെയും ഇടയിൽ ഡിസ്റ്റൻസിന് ഒരുപാട് വാല്യൂസ് ഉണ്ടാവാം. ബട്ട് ഡിസ്പ്ലേസ്മെന്റിന് എപ്പോഴും എന്തേ ഉണ്ടാവുള്ളൂ, ഒറ്റ വാല്യൂ ഉണ്ടാവുള്ളൂ. ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ എന്താവാം, 0 ആവാം അല്ലെ. എന്നാൽ ഡിസ്റ്റൻസ് ഓൾവേസ് പോസിറ്റീവ്. ഇറ്റ് ക്യാൻ ഡിക്രീസ് വിത്ത് ടൈം. ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്യാം, ടൈമിനനുസരിച്ച് കുറയാം അല്ലെ. ആദ്യ ഒരു ബോഡി ഇവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിങ്ങനെ പോയി ഇവിടെ എത്തി, അത് വീണ്ടും തിരിച്ചു വരികയാണ് അല്ലെ. അപ്പം 3ാമത്തെ സെക്കൻഡിൽ, സപ്പോസ് 3ാമത്തെ സെക്കൻഡിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് 15 മീറ്റർ ആണെങ്കിൽ അത് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്ന് ഇവിടെ എത്തിയപ്പം എന്താണ്, ഇവിടെ എത്തിയപ്പോൾ നമ്മൾ തിരിച്ചു വന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് 5 മീറ്റർ ആയിരിക്കും അല്ലെ, 5 മീറ്റർ ആയിരിക്കും. അപ്പം ഡിസ്പ്ലേസ്മെന്റ് കുറയാം അല്ലെ. ഇറ്റ് ക്യാൻ ഡിക്രീസ് വിത്ത് ടൈം. എന്നാൽ എന്താണ്, ഡിസ്റ്റൻസ് ഒരിക്കലും കുറയില്ല അല്ലെ. ഡിസ്റ്റൻസിൽ ഇവിടെ ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അതായത് 15 മീറ്റർ പ്ലസ് 10 ഇങ്ങോട്ട് വന്ന 10 മീറ്റർ ഈക്വൽ ടു 25 മീറ്റർ ആയിരിക്കും ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് എപ്പോഴും എന്ത് ചെയ്യുള്ളൂ, ഇൻക്രീസ് ചെയ്യുള്ളൂ. ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. വെക്ടർ ക്വാണ്ടിറ്റി ആണ്, അതുകൊണ്ട് തന്നെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. എന്നാൽ ഡിസ്റ്റൻസ് ഒരു സ്കലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം അല്ലെ. എ ഫാർമർ ഹാസ് ടു ഗോ 500 മീറ്റർ ഡ്യൂ നോർത്ത്, 400 മീറ്റർ ഡ്യൂ ഈസ്റ്റ് and 200 meter due south to reach his field. What is the distance he has to walk to reach the field
വാട്ട് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ഹിസ് ഹൗസ് ടു ദ ഫീൽഡ്. അപ്പോൾ എന്താണ്, ഒരാള് ഒരു ഫാർമർ അദ്ദേഹത്തിന്റെ ഹൗസിൽ നിന്നും എങ്ങോട്ട് പോവാണ്, അദ്ദേഹം ഫീൽഡിലേക്ക് പോവാണ് അല്ലേ, ഫീൽഡിലേക്ക് പോവാണ്. ഓക്കെ, അയാൾ എന്താ ചെയ്യുന്നത്, ആദ്യം ഞാൻ ഇവിടെ ഡയറക്ഷൻ വരക്കാണ്, അതായത് നോർത്തും സൗത്തും ഒക്കെ വരക്കാണ്. ഇതാണ് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അല്ലേ, ഈസ്റ്റ് വെസ്റ്റ്. ഓക്കെ, അയാൾ ആദ്യം 500 മീറ്റർ ഡ്യൂ നോർത്ത് അല്ലേ, നോർത്തിലേക്ക് 500 മീറ്റർ പോയി. ഇവിടെയാണ് അയാൾ ഉള്ളതെന്ന് സങ്കല്പിക്കുക. 500 മീറ്റർ അയാൾ ഇങ്ങോട്ട് പോയി, 500 മീറ്റർ പോയി. പിന്നെ എന്ത് ചെയ്തു, 400 മീറ്റർ ഡ്യൂ ഈസ്റ്റ്, ഇങ്ങോട്ട് 400 മീറ്റർ പോയി. പിന്നെന്താണ്, 200 മീറ്റർ ഡ്യൂ സൗത്ത്, 200 മീറ്റർ ഡ്യൂ സൗത്ത്. ഇത് 200 മീറ്റർ ആണ് അല്ലേ, ഇവിടെയാണ് അയാളെ ഫീൽഡ് ഉള്ളത്. ഓക്കെ, വാട്ട് ഡിസ്റ്റൻസ് ഹി ഹാസ് ടു വാക്ക് ടു റീച്ച് ദ ഫീൽഡ്. ഡിസ്റ്റൻസ് എത്രയാണെന്ന്, അതായത് അദ്ദേഹം നടക്കേണ്ടത് ടോട്ടൽ 500 പ്ലസ് 400 പ്ലസ് 200 അല്ലേ, അതായത് 900 പ്ലസ് 200 ഈക്വൽ ടു 1100 ഈക്വൽ ടു 1.1 കിലോമീറ്റർ ആണ് അദ്ദേഹം നടക്കേണ്ടത് അല്ലേ. അതാണ് അദ്ദേഹത്തിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ലെങ്ത് ആണ് അല്ലേ, ഈ ഒരു ലെങ്ത് ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് കാണാൻ, ഈ ലെങ്ത് കാണാൻ എന്താ ചെയ്യേണ്ടത്, നമുക്കറിയാം ഇവിടെ 200 ആണ് അല്ലേ. അപ്പൊ ഇതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ആക്സിസിലും ഇവിടെ എന്തായിരിക്കും, 200 ആയിരിക്കും അല്ലേ. അപ്പൊ ഇത് 200 ആണ്, ഇതെന്താണ് 300 ആണ് അല്ലേ. ഓക്കെ, ഇത് 300 ആണെങ്കിൽ ഇവിടെ 300 ആണ് അല്ലേ, 300. ഓക്കെ, ഇത് 400 ആണ്. ഇത് 400ഉം ഇത് 300 ആണെങ്കിൽ ഇതെന്തായിരിക്കും, റൂട്ട് ഓഫ് 400 സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് 400 സ്ക്വയർ പ്ലസ് 300 സ്ക്വയർ ആയിരിക്കും അല്ലേ. ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, റൂട്ട് ഓഫ് 16 4 0 ഉണ്ടാവും അല്ലേ, പ്ലസ് 9 90,000 അല്ലേ, 1,60,60,000 പ്ലസ് 90,000. ഇത് ചെയ്താൽ 40ഉം 2,50,000 എന്ന് കിട്ടും അല്ലേ, 2,50,000 റൂട്ട് ഓഫ് ചെയ്താൽ 500 ആണ് കിട്ടുക, റൂട്ട് ചെയ്താൽ 500 ആണ് നമുക്ക് കിട്ടുക അല്ലേ. അപ്പം എന്തായിരിക്കും, 500 മീറ്റർ ആയിരിക്കും ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഇനി an old person moves on a semi-circular track of radius 40 meter during a morning walk. If he starts at one end of the track and reaches at the other end, find the displacement of the person. ഒരാൾ എന്ത് ചെയ്യാണ്, സെമി സർക്കുലർ ട്രാക്കിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്, റേഡിയസ് 40 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇയാൾ എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട്സ് അറ്റ് വൺ എൻഡ് ഓഫ് ദ ട്രാക്ക് ആൻഡ് റീച്ചസ് അറ്റ് അതർ എൻഡ്. ഇതിലെങ്ങനെ നടന്നിട്ട് ഇവിടെ എത്തി അല്ലേ. അപ്പൊ എന്താണ്, ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണാൻ പറഞ്ഞത്. ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ ഈസിയാണ് അല്ലേ. അതായത് ഇവിടെ നിന്ന് നടന്നിട്ട് ഇവിടെ എത്തി എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് എയും ഈ പോയിന്റ് ബി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. അപ്പൊ 6 നമുക്ക് 40 ആണ് തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും, 2r ആയിരിക്കും അല്ലേ. 2r ഈക്വൽ ടു 40 പ്ലസ് 40 ഈക്വൽ ടു 80 മീറ്റർ എന്ന് കിട്ടും. ഇനി ആളെ ഡിസ്റ്റൻസ് ആണെങ്കിലോ ചോദിച്ചിട്ടുള്ളത്, ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ കാണാം, ഡിസ്റ്റൻസ് ഈക്വൽ ടു πr ആയിരിക്കും അല്ലേ. π ഇൻറ്റു r ഈക്വൽ ടു 40 ഇൻറ്റു 40 π എന്ന് കിട്ടും അല്ലേ. ഇങ്ങനെ നമുക്ക് അദ്ദേഹത്തിന്റെ ഡിസ്റ്റൻസും കാണാൻ പറ്റും.